അണ്ണാ എനിക്കും ബോബോയ്ക്ക് ഇവിടുത്തെ പീഡിയായിട്ട് ഭയങ്കര പ്രശ്നമാണ്. ഫസ്റ്റ് ഇവിടെ കയറുവാണെങ്കിൽ അണ്ണ അവന്മാരെ അടിക്കണം. ഈ ഗ്യാങ്ങിനെ ഒന്നും അടിക്കണം, ഇവിടുത്തെ പീഡിയെ മാത്രം അടിക്കണം അണ്ണാ. അണ്ണാ വിചാരിക്കുന്നല്ലോ അണ്ണാ, ഭയങ്കര അല്ലേ ബോബോയ്? ഞാൻ മര്യാദ ഞാൻ പറഞ്ഞില്ലേ മെനിഞ്ഞാന്ന് വെടിവെച്ചതിന് പിന്നെ തോക്കിന്ന് അത്ര ഓരോന്ന് ചോദിച്ചവനാണ് ഇവൻ പറയണ. എനിക്ക് വിശ്വാസമില്ല. ബോബി നീ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറ. ഞാൻ വേറെ കാര്യം പറയാം. ഞാൻ കഴിഞ്ഞ ദിവസം രാത്രി ഇവന്റെ കൂടെ പീടി പോയായിരുന്നു. ഇവിടുത്തെ പീടി പോയപ്പോ ഇവന്റെ തന്തയിലായ്മ എല്ലാം തോന്നുന്നത് എനിക്ക് മനസ്സിലായതാണ്. ഇവനങ്ങ് മറ്റുണ്ടല്ലോ, ഇവൻ എല്ലാരും റെസ്പെക്ട് കൊടുക്കണം. എടാ നിന്നെ റെസ്പെക്ട് ചെയ്യാൻ നീ ആരാടാ? നീ നോർമൽ സിറ്റിസണാ ഇവിടുത്തെ, ഒരു പീഡിയാ. നിന്നെ റെസ്പെക്ട് ചെയ്യാൻ നീ ആരാ? ഇന്റർവ്യൂവിന് പിന്നെ ചന്തിയും ചെറിഞ്ഞ് മറ്റേ കുണ്ണ ഉടുപ്പ് ഇട്ട് പോയവനെ പിന്നെ നീ തന്നെയല്ലേ? ഒരു ചെലവ് മര്യാദക്ക് പറയാലോ, ഡ്രസ് മാറിട്ടോ മേക്കപ്പ് മാറിട്ടോ. ഇവൻ പറഞ്ഞ മര്യാദ എന്തോന്നറിയോ? മര്യാദക്ക് റോബറി അടിക്കുന്നു. ഇതൊക്കെ പോലീസുകാർ മര്യാദക്ക് ഡീൽ ചെയ്യണം. റോബറി അടിക്കുന്നതിനെ പോലീസുകാർ മര്യാദക്ക് ഡീൽ ചെയ്യണം. അപ്പൊ അവനോട് ചോദിച്ചാൽ അവൻ പറയും ഞങ്ങള് മര്യാദക്ക് റോബറി ചെയ്തോണ്ടിരിക്കുവായിരുന്നു. അല്ല അടുത്തത്, ഞാൻ മര്യാദക്ക് ഒരുത്തിനെ കൊന്നോണ്ടിരുന്നപ്പോ ഈ പോലീസുകാർ വന്ന് മര്യാദ ഇല്ലാതെ പെരുമാറി. ഇതൊക്കെയാണ് ഇവന്റെ മര്യാദകൾ. ഇവ പറയുന്ന മര്യാദകൾ അതൊക്കെയാണ്. മനസ്സിലായ? നമ്മൾ 4 പേരും ഒരു മേക്കപ്പ് ഇട്ട് ജസ്റ്റ് ഒരു നോർമൽ ഡ്രസ് ഇട്ട് പീടി പോന്നു. അവരെന്ത് പറയുന്ന അണ്ണനെ കാണാം. നമ്മൾ സംസാരിക്കും. ഞാൻ മുരളി സംസാരിക്കുമ്പോ ഒരു ഒടുക്കോ ഇല്ലെന്ന് നമുക്ക് നോക്കാം. നീ സംസാരിക്കില്ല, നീ ഒരു അച്ഛൻ. ഹലോ സാർ, ഒന്ന് വരും, ഒരു പരാതി പറയാനുണ്ടായിരുന്നു. പേരെന്താണ്? എന്റെ പേര് പരന്തു വാസു സാർ. ഇയാള് പുതിയതാ, വേറെ പിടിയണ്ണ. എന്ത് പറ്റി? ഹെൽമെറ്റ്, മാസ്ക്? സാറേ എനിക്ക് ഒരു അലർജി അസുഖം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ മാസ്ക് വെച്ചിരിക്കുന്നത്. സാർ എനിക്കൊരു കംപ്ലൈന്റ് പറയാൻ വേണ്ടിട്ടായിരുന്നേ വന്നേ. സാർ ഇന്നലെ നമുക്കൊരു പാർട്ടി ഉണ്ടായിരുന്നു ബീച്ചിൽ വെച്ചിട്ട്. അപ്പൊ ബീച്ചിൽ പാർട്ടി ഉള്ളതുകൊണ്ട് നമ്മള് രാത്രിയിൽ കുറച്ച് ചെറുതായിട്ട് ഡ്രിങ്ക്സ് ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മള് ഞങ്ങൾ രണ്ടും കിടന്ന് ഉറങ്ങി. അപ്പൊ ഞങ്ങൾ രണ്ടുപേരുടെയും കയ്യിൽ കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള വാച്ച് ഉണ്ടായിരുന്നു. എന്റെ ഹുബ്ലോട്ട് ഉണ്ടായിരുന്നു, ഇവന്റെ നിന്റെ ഏതായിരുന്നു? അപ്പൊ ഈ 2 വാച്ചും ആരോ മോട്ടിച്ചോണ്ട് പോയി സാറേ. ഞങ്ങക്ക് അത് ഒന്ന് കണ്ടുപിടിച്ച് തരണം. അതിന്റെ കോസ്റ്റ് ഓഫ് വാല്യൂ എന്ന് പറയാമോ? എന്റെ ഹുബ്ലോട്ടിന് ഒരു 1.5 കോടി രൂപ വരും സാർ. 75 ലക്ഷം. അത് 75 ലക്ഷം. അല്ല ഒരു വാക്കുപോലെ സംസാരിക്കാത്ത മറന്നോ സാർ? എന്താണ്? എന്തൊരു കഷ്ടാണിത്. ആളെ വിളിക്കേണ്ടി വരും. എങ്ങനെങ്കിലും ചൊറിഞ്ഞിതാക്കണം അവൻ. എങ്ങനെങ്കിലും ഒരു വാക്കുപോലെ സംസാരിക്കണം എന്ന് പറഞ്ഞാലോ കേട്ടാ ബോബോയും ഇവനും. കേട്ടാ ഇപ്പൊ 2 വാച്ച് സാർ. ഒരെണ്ണം 1 കോടി രൂപ, ഒരെണ്ണം 75 ലക്ഷം. പാർട്ടി എന്തിന്റെ ബേസിസിലായിരുന്നു? ബർത്ത്ഡേ ബാബുന്റെ ബർത്ത്ഡേ. എന്റെ എത്രാമത്തെ ബർത്ത്ഡേ ആണ്? അത് ആക്ച്വലി എന്റെ ബർത്ത്ഡേ വരുന്നത് നവംബറിലാണ്. 4 വെച്ചിട്ട് ഇന്നലെ ആയിരുന്നു ബർത്ത്ഡേ. അപ്പൊ ഇന്നലെ അതിന്റെ ഒരു ഇതായിരുന്നു, പാർട്ടി ആയിരുന്നു. ഓ അങ്ങനെ. നമുക്ക് പിടിച്ചാ. ഓ താങ്ക് യു സാർ, താങ്ക് യു. അപ്പോ ഇന്നലെ ആ സമയത്ത് നിങ്ങൾ വേറെ, അതായത് നിങ്ങളുടെ ആൾക്കാരല്ലാതെ വേറെ പുറത്ത് ഇന്നലെ നമ്മൾ ശ്രദ്ധിച്ചായിരുന്നോ? നമ്മൾ ഇന്നലെ ഒരു കറുത്ത കളർ ഒരു കിയ കാറില് അവിടെ ഒരു ടീം പോയില്ലായിരുന്നോ? അതെ സാർ, അവരെയാണ് നമുക്ക് സംശയമുള്ളത്. പക്ഷെ നമ്പർ ഒന്നും കണ്ടില്ല, ഇരുട്ടായിരുന്നു സാറേ. സിറ്റിയില് കിയ കാർ വളരെ ചീപ്പായിട്ട് കിട്ടുന്ന ഒരു വെഹിക്കിൾ ആണ്. സോ അത്
എല്ലാവരുടെ അടുത്തും ഇപ്പോ കാണാൻ സാധിക്കും. നമുക്ക് ഓക്കെ. എനിക്ക് ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് ഫോളോ ആ. ചെയ്ത് തരുവാണെങ്കിൽ നമുക്ക് ആ എവിഡൻസ് ഓക്കെ സാർ. മറ്റേ സാറിന് എന്ത് അതായത് ഇപ്പോ നിങ്ങൾ ഇൻവൈറ്റ് ചെയ്ത ഇപ്പൊ നിങ്ങളുടെ ഫാമിലിയിലെ ആൾക്കാർ മാത്രമാണ് വന്നേക്കുന്നത്, അത് പുറത്തുനിന്ന് ആൾക്കാർ വന്നായിരുന്നു? ഇല്ല, നമ്മളൊരു കുറച്ച് പേര് ഒരു നാലഞ്ച് പേര്. 5-6 പേരെ ഉള്ളായിരുന്നു സാറേ, എല്ലാം കൂടെ. കൃത്യമായിട്ട് ഒരു വാല്യൂ ഡെവിൻ കാർലോസ് അല്ലേ? 6 പേര്. നമ്മള് ഇപ്പൊ ഇവിടെ നിൽക്കുന്ന 4 പേരും ഇത് കൂടാതെ 2 ഫ്രണ്ട്സും. അവര് അങ്ങനെ പക്ഷെ അതിലൊരാൾ പീഡിയിലുള്ള ആളായിരുന്നു സാറേ. അതാരാ അയാള് പേര് പോലീസിലാന്നല്ലേ പറയാൻ പറഞ്ഞത്? പോലീസിലാന്നല്ലേ പറഞ്ഞത്? സാറേ ഗ്രേ കളർ മുടി സാറേ, ഇങ്ങനെ ഫ്രണ്ടിലോട്ട് 2 ഇട്ടേക്കുന്നേ. ഒരാള് ഇനി ഫേക്ക് ആണോ നമുക്ക് സർട്ടിഫിക്കറ്റ് നോക്കിയില്ല. ഒരാളാണ് മുടിയുടെ കളർ എന്തായിരുന്നു? വെള്ളയോ? സാറേ എന്റെ Okay. ഗ്രേ കണ്ടോ, അതിലും കൂടി ഇച്ചിരി കൂടെ ഡാർക്ക് ഗ്രേ. നിങ്ങൾ തന്നെ കുറച്ച് മുമ്പ് ചിക്സു പറഞ്ഞു പട്ടിയില്ലേ, ചിക്സു പട്ടി, അതുപോലെ ഇങ്ങനെ ഇട്ടേക്കുന്ന പോലെ ഫ്രണ്ടിലോട്ട്. പുറത്തുനിന്ന് ആരെ വിളിച്ചില്ല എന്ന് പറഞ്ഞു. അല്ല സാറേ, നമുക്ക് എനിക്ക് തോന്നുന്നത് ഇവര് നമ്മളെ കൂട്ടാതെ വേറെ ഏതോ പാർട്ടിക്ക് പോയിരുന്നു, അതിനെ പറ്റി ഒരു സംസാരിക്കുന്നത്. സാറേ ലൈക്ക് ഒരു മിനിറ്റ് സാറേ. എടാ നമ്മുടെ വാച്ച് പോയ സിറ്റുവേഷൻ പറയാം. നിങ്ങൾ നിങ്ങൾ അടിച്ച് വെള്ളം അടിച്ച് കിടന്ന സമയത്ത് ഒരാൾ വന്നായിരുന്നു, അതാണ് ഞാൻ പറഞ്ഞത്. പേടിയാണ്. ഓക്കെ സാറേ, സിവിലിയൻസ് ഒക്കെ മെല്ലെ സംസാരിക്കാം. അപ്പോ ഏതാണ് ഇപ്പൊ ലൈക്ക് 2 പാർട്ടി ഉണ്ടോ? എനിക്ക് അല്ല സാറേ, ഈ പാർട്ടി തന്നെ ഇവർ അടിച്ച് ഓഫായി കിടന്ന സമയത്ത് ഞാനും ഈ ബോബോയും എന്നുവെച്ചാൽ ഞങ്ങൾ കുറച്ചേ അടിച്ചോളാം. അപ്പൊ ഞങ്ങൾക്ക് കുറച്ച് നല്ല ബോധം ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ കണ്ട ഇതാണ് ഏകദേശം നിൽക്കുന്ന സാറേ, ഞാൻ ഒരു കാര്യം പറയട്ടെ സാറേ. എനിക്ക് എന്റെ ബാബുന്റെ ആണ് വാച്ച് പോയത്. ഞങ്ങള് പറഞ്ഞോളാം സാറേ. നിങ്ങൾ 2 പേര് ഞങ്ങൾ 2 പേര് മാത്രമായിട്ട് എങ്ങോട്ടേലും ഒന്ന് മാറ്റൂ. ാണ് വാച്ചെടുത്തെന്ന് പറഞ്ഞാൽ സാറേ, ഞാനൊരു കാര്യം പറയാം. വാച്ചില്ലേ, അത് മോട്ടിച്ചത് ഈ ബാക്കി നിൽക്കുന്നവന്മാര് തന്നെയാണ്. അവന്മാരിലുണ്ട് വാച്ച്. അവന്മാരെ വേറൊന്നും ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അവന്മാരിലുണ്ട് വാച്ച്, ഞങ്ങൾ ക്ലിയർ ആയിട്ട് കണ്ടതാണ്. വാച്ച് നിങ്ങൾ പറയുന്ന നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ്? അതെ സാർ. അതെ ഉമ്മ ജോലിക്കൊന്നും പോയിട്ടില്ല പണ്ട് പോലെ. നമ്മളാണ് കഷ്ടപ്പെട്ട് ഇത്രയൊക്കെ എത്തിച്ചു തരാം. അപ്പോൾ പൈസ ഈയിടയ്ക്ക് ഒരു ബിസിനസിന് വേണ്ടി പൈസ ചോദിച്ചായിരുന്നു. അപ്പോൾ നമ്മൾ കൊടുക്കില്ല പറ്റില്ലെന്ന് പറഞ്ഞപ്പോൾ ഇന്നലെ ബർത്ത്ഡേക്ക് നമുക്ക് ആവശ്യമില്ലാത്ത ഗ്ലാസ്സിൽ കൂടുതൽ സാധനം ഒഴിച്ചിരുന്ന നമ്മളെ കമന്റ് ഇവന്മാരാണ്. മാത്രമല്ല സിറ്റുവേഷനിൽ ഇല്ലാത്ത കാര്യം ബോധം ഫുള്ള് പോയെങ്കിലും നമുക്ക് കുറച്ച് ഓർമ്മ ഉണ്ടായിരുന്നു, മനസ്സിലായി. അപ്പോൾ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞിത് കവറപ്പ് ചെയ്യാൻ നോക്കുന്നുണ്ട് അവന്മാര്. അപ്പൊ നമുക്ക് നല്ല ഡൗട്ട് ഉണ്ട്. പിന്നെ ഇവന്മാരില്ലാതെ ആ സിറ്റുവേഷനിൽ വേറെ ആരും തൊട്ടടുത്ത് വന്നിട്ടില്ലായിരുന്നു. കുറച്ച് ഫാമിലി മെമ്പേഴ്സ് തന്നെ പിടിച്ച് 2 കൊടുത്ത എന്തായാലും പറയും സാർ. സാർ പിടിച്ച് 2 കൊടുത്ത എന്തായാലും പറയും സാറേ. ഞങ്ങൾ അതുകൊണ്ട് ഇവിടെ കൊണ്ടുവന്നു. ജർമ്മൻ കണ്ണാപ്പി, ബോബോയ്, മാഫിയ ബോബോയ്. നിങ്ങൾക്ക് എന്തുകൊണ്ട് നിങ്ങളുടെ അറിയുന്ന ആൾക്കാരാണ്, സോ തുറന്ന് പറഞ്ഞൊരു ഇല്ല സാർ. ഇതിനു മുന്നേയും പലതവണ ഇതുപോലത്തെ കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. നമ്മള് ആരൊക്കെയാണേലും സാറേ, എന്തൊക്കെയാണേലും ഉണ്ടല്ലോ, തെറ്റ് ചെയ്താൽ പിടിക്കപ്പെടണം. എന്നെ എങ്ങനെയാണ് എന്റെ അച്ഛൻ പഠിപ്പിച്ചിട്ടുള്ളത്. എന്റെ അച്ഛൻ 3 വർഷം ജയിലിലായിരുന്നു. എന്റെ അച്ഛനാണെങ്കിൽ എപ്പോഴും പറയും, എന്തൊക്കെ ചെയ്താലും കള്ളന്മാർക്ക് ഒത്താശ കൊടുത്തും കട്ടും മുടിച്ചും ജീവിക്കരുതെന്ന്. അതുകൊണ്ട് കള്ളന്മാരെ എൻകറേജ് ചെയ്യാൻ എന്റെ അച്ഛൻ പഠിപ്പിച്ചിട്ടില്ല സാറേ. അതുകൊണ്ട് എനിക്ക് ഒരു ആക്ഷൻ വേണം. അത് ശരിയാണ്. ഒരു ഫാമിലിയിൽ പോലും ഇപ്പൊ ആരുണ്ടെങ്കിലും നമ്മളത് അതിന്റെ ശിക്ഷ എടുക്കണം. ലൈക്ക് അതിനു മുമ്പ് നിങ്ങൾ വാണ് വല്ലതും ചെയ്തായിരുന്നു അവരെ? ഇല്ല സാർ, ഒന്നും പറഞ്ഞിട്ടില്ല. ഞങ്ങൾ എന്തിനാ വാൺ ചെയ്യണം സാറേ? കട്ടും പൊട്ടിച്ചും ജീവിക്കുന്നവന്മാരെ എന്ത് പറഞ്ഞു നന്നാക്കാനാ? പക്ഷെ ഒരു കാര്യം, ഈ തൊണ്ടിമുതൽ എവിടെയാണ് ഒരു പറ്റില്ല സാർ. അവര് രാവിലെ ഇപ്പൊ നമ്മളിവിടെ വന്നിട്ട് കുറച്ച് നേരമായില്ല. ഇതിന്റെ ഇടയിൽ ഇവര് ഇവിടെ കൊണ്ടിട്ട് മുക്കിനോ പൂട്ടിനോ അറിയില്ല. ഓക്കെ, അവരിപ്പോ കണ്ണിൽ കാണുന്നില്ല. വലിയ മാഡം ഞങ്ങളുടെ റിക്വസ്റ്റ് ആണ് സാർ, നമ്മുടെ അനിയന്മാരാണ് ഇത്. എങ്ങനെയും നേരെയാണ് സാർ. ലോക്കൽ പിള്ളിട്ട് രണ്ട് അടിയെങ്കിലും കൊടുത്ത് ഇനി ഇതൊന്നും ചെയ്യാത്ത രീതിയിൽ ഒരു ബോധവൽക്കാരം നിങ്ങളുടെ സൈഡിൽ നിന്ന് നമുക്കൊന്ന് ഹെൽപ്പായിട്ട് ചെയ്തു തരുന്നത്. അതെ, തീർച്ചയായും. അതിനു മുമ്പ് ലൈക്ക് അവരുണ്ടോ അവിടെ? വിളിച്ചു വരുത്താം സാർ, വിളിച്ചു വരുത്താം. അവര് പോകുന്ന ആൾക്കാരൊന്നും അവർക്ക് ഇങ്ങോട്ട് വരാനുള്ള ആൾക്കാരാണ്. ഇല്ലാതാണ് ബിഹേവ് ചെയ്യുന്നത്. ഇവരെന്തൊരു മാരായിട്ട് ബിഹേവ് ചെയ്യുന്നു, അവരതൊരു ബാലൻസ് ചെയ്ത് ബിഹേവ് ചെയ്യുന്നില്ല. മാസ്ക് സാർ, എനിക്ക് അലർജിയാണ്, ഇൻഫെക്ഷൻ ആണ് സാർ. സാറേ വിളിച്ചോ? സാറേ കേറട്ടെ അങ്ങോട്ടെ. ഇല്ല
ആ ഓക്കെ 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 സാറേ ഓക്കെ ഒരു മോഷണം സാർ നോ മോർ കോംപ്ലിക്കേഷൻ സാർ പീഡിയിൽ ബിഹേവ് ചെയ്യുന്ന ഒരു രീതി ശ്രദ്ധിച്ചാൽ മതി. ലുട്ടാപ്പിയാണോ ലുട്ടാപ്പി കുട്ടാ ഇത് നാട്ടിലെ സത്യം പറഞ്ഞ സാറേ പീഡിക്ക് ഒരു ചീത്തപ്പേരുണ്ട്. അതായത് ഒരു റെഡ് കളർ ഇട്ട ആള് കുറച്ച് ലൗഡിലാണ് സംസാരിക്കുന്നത്. മലപ്പുറമാണ് സാർ, മലപ്പുറമാണ്. ഇത് നമ്മൾ ഇത്രയും നേരം നമ്മുടെ വണ്ടിയിലും നോർമലായിട്ട് സംസാരിച്ചാണ്. ഇതിപ്പോ ഇവിടെ എക്സ്പോഷർ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണ് ആളുടെ. അല്ല ഇവിടെ എക്സ്പോഷർ ആയിരിക്കില്ല കിട്ടുക. പുള്ളിക്ക് മനസ്സിലാവണം സാർ, അതൊന്നും പുള്ളിക്ക് മനസ്സിലാവണം. മനസ്സിലാകത്തില്ല സാർ. അത് ഇവിടെ പണിഷ്മെന്റ് ഒന്നും ഇല്ലെന്നാ പറയുന്നത് സാർ. അങ്ങനല്ല, അവിടെ സംസാരിക്കില്ല. അപ്പൊ അവർക്ക് അതൊരു സാർ ഞങ്ങൾക്ക് കണ്ടിരിക്കാൻ പറ്റില്ല സാർ. കുറച്ചേരം ഒന്ന് വെളിയിലോട്ട് നോട്ടെ. ഒരു മിനിറ്റ് നമുക്കതൊന്ന് കളക്ട്. എനിക്കിത് ജനുവൻ ആണെന്ന് അറിയാം. അപ്പൊ അതിന് നമ്മൾ എന്ത് സഹായം വേണമെങ്കിലും ചെയ്യാൻ സാർ, പ്രശ്നമില്ല. കാരണം സ്വന്തം അനിയന്മാർക്ക് നല്ലത് വരണം എന്ന് വിചാരിച്ച് മാത്രം വന്നിരിക്കുന്ന രണ്ട് വ്യക്തികളാണ്. ഇതിപ്പോ ഈ മോശം ശ്രമം ഇല്ലെങ്കിൽ പോലും ഇതിന് നല്ല രീതിയിൽ അവർക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. അതെന്തായാലും നമുക്ക് നോക്കാം. ഇവിടെ ലൈക്ക് ഒരു മിനിറ്റ് ഭയങ്കര സൗണ്ട്. അടിക്കുന്നത് എന്തോന്ന് അതാണ് പറഞ്ഞത്. സുഹൃത്തെ കുറച്ച് നല്ല മെല്ലെ സംസാരിക്കുക. പോയി ഇപ്പൊ സ്റ്റാർ കുറഞ്ഞില്ലേടാ. അങ്ങനെ സംസാരിച്ചാലും കുഴപ്പമില്ല. എന്തൊക്കെ തർക്കമായിരുന്നു ഓർമ്മ വള്ളി. അല്ല ഇത് വേണമായിരുന്നു മുരളി. ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായി. ഓക്കെ ലൈക്ക് ആ പുള്ളിക്കാരൻ ലൈക്ക് ഒരു എന്താ പറയാ എഡ്യൂക്കേറ്റഡ് അല്ലേ പുള്ളി? സാർ സ്കൂൾ എന്താ അവന്റെ സ്വന്തം പേര് എഴുതാൻ പറഞ്ഞ പോലും അറിയാത്ത ഒരുത്തനായിരിക്കും. ഇപ്പൊ എഡ്യൂക്കേറ്റഡ് അല്ലെങ്കിലും പാരന്റ്സ് തന്തയില്ല. നിന്നെ പറ്റിയാണല്ലോ സംസാരം. രണ്ടുപേർക്കും. അയ്യോ സാറേ അറിയാണ്ട് അകത്ത് വന്നേണേ. ഞാൻ അകത്ത് കയറി പോയടാ. ഒരുപാട് നമ്മള് പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കിയതാ സാറേ. ഒരുപാട് നോക്കിയായിരുന്നേ. നമ്മള് ഒരു അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് ഞാന് കൊറേ നന്നാക്കാൻ നോക്കിയതാ. പറഞ്ഞു കൊടുക്കും പെട്ടെന്ന് പറ്റുന്നില്ല. സാറേ ഇത് സഹിക്കാൻ പറ്റുന്നില്ല സാർ. നമ്മൾ മെന്റലി നല്ല ട്രോമയിലോട്ട് പോകുവാണ്. നിങ്ങളെ വിശ്വസിച്ചാണ് സാർ നമ്മളിപ്പോ ആകെ ഇപ്പൊ വിശ്വസിച്ച് നിങ്ങളെ മാത്രമാണ് സാർ. നമ്മള് അങ്ങനെ പെട്ടെന്ന് അപ്രോച്ച് ചെയ്താല് പുള്ളിക്കൊരു മെന്റലി എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ അത് തന്തയില്ലായ്മയാണ്. തന്തയില്ലായ്മ അത് വട്ടല്ലത് സാറേ. അങ്ങനെയൊന്നും പറഞ്ഞോട്. അല്ല സാർ ഇല്ലാത്തത് കൊണ്ട് പറഞ്ഞത് പോയതാ. വിഷമം കൊണ്ടാ സാർ. വിഷമം കൊണ്ടാ. പുള്ളിക്ക് നോർമലി ബിഹേവ് ചെയ്യാൻ അത് അഹങ്കാരമായിട്ട് കൊണ്ടുനടക്കുവാണ് വർഷങ്ങളായിട്ട്. എത്ര പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കിയിട്ട് നടക്കുന്നില്ല സാറേ. സാർ നമ്മൾ കണ്ടവരുണ്ട് സാർ തെളിവായിട്ട്. ഇത് പിന്നെ സാറിന് വേണമെങ്കിൽ അതിന്റെ CCTV ഫയൽസും അയച്ചു തരാം. ഇല്ലാത്തല്ല ഇത് സാറിന്റെ നേരത്തെ പറഞ്ഞൊരു കംപ്ലൈന്റിന്റെ കണ്ടിന്യൂഷൻ ആയിരുന്നു. അപ്പോ സാർ അപ്പൊ ഇതിൽ കൂടുതൽ തെളിവുകൾ എനിക്ക് വേണ്ടി വരുമെന്ന് എനിക്ക് അറിയില്ല സാർ. പക്ഷെ നിങ്ങളൊന്ന് പുള്ളിക്കാരന്റെ പേരൊന്ന് റിപ്പീറ്റ് ചെയ്യാമോ? ജർമ്മൻ കണ്ണാപ്പി സാർ. ജർമ്മൻ കണ്ണാപ്പി. കംപ്ലൈന്റ് നിങ്ങളൊന്ന് റിട്ടേൺ കംപ്ലൈന്റ് ആയിട്ട് എഴുതി തന്നു കഴിഞ്ഞാൽ ഈ കംപ്ലൈന്റിന്റെ പേരിലല്ല, ഈ പീഡിയിൽ വന്ന് എത്ര ന്യൂസൻസ് ഉണ്ടാക്കിയതിന്റെ പേരിലെങ്കിലും ഒരു കേസ് എടുത്തൂടെ സാർ? സാർ ഒന്ന് എനിക്ക് അനിയൻ നന്നായി കാണാൻ വേണ്ടിയിട്ടുള്ള രണ്ട് ചേട്ടന്മാരെ റിക്വസ്റ്റ് ആയിട്ട് കണക്കാക്കിയത്. എനിക്ക് തോന്നുന്നു സാറേ നമ്മുടെ EMS ആയിട്ട് സംസാരിച്ചിട്ട് ഒരു ഷോക്ക് അടിപ്പിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ. ഇല്ല സാർ, മെസ്സിങ് കംപ്ലൈന്റ് ആയാലേ ഉള്ളൂ. ഇവിടെ ആർക്കും ഇല്ലല്ലോ. കണ്ടോ സാർ? പറയാ ഈ സാറിന് ഇത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ഗ്രൂം ചെയ്യാൻ കൊണ്ടുപോകണം കേട്ടോ. അതെ അതെ അതെ. കൊറേ മുടിയൊക്കെ വളർന്നു. വെട്ടി കെട്ടി വിടാം. നമുക്ക് കാണാൻ പറ്റും സാർ ഇതൊക്കെ നിങ്ങൾ ചെയ്യുന്നതൊക്കെ അവരെ. അല്ല വേറെ നമ്മൾ നന്നായില്ലേ നമുക്കൊന്ന് അറിയാൻ വേണ്ടിട്ടാ. അല്ല സാറിന് കൂടെ വരണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ സാറിന് നന്നായില്ലേ നമുക്ക് നേരിട്ട് കാണാലോ. തിരിഞ്ഞു നോക്ക് ബാബു കെട്ടിക്കൊണ്ട് അയ്യോ സാറേ കരയില് സാറേ. വിഷമം കണ്ണാ വിഷമമുണ്ട്. വിഷമം കണ്ണാ വിഷമം.
ഉമ്മാരൊക്കെ പരസ്യമായിട്ട് പട്ടി ആണല്ലല്ലോ സാറേ ഇനിയിപ്പോ അതിന്റെ വിഷമം കാണും. സെല്ലോട്ട് ഇട്ടോ ഓ, വാ, അങ്ങ് വാ സെല്ലിലോട്ട് വാ. സെല്ലോട്ട് വാ. 10 പീഡിയം വിളിച്ചിട്ട് ഉറക്കാൻ നിന്നേക്ക വാ. ആ ഭയങ്കര നേരെ പണിഷ്മെന്റ് ആണ്. അപ്പൊ ചെല്ലിട്ടേക്ക്, ഞാൻ അങ്ങോട്ട് വരാം. വരും. സാറേ കൂട്ടാൻ പറ്റുന്ന സാറുമാരെല്ലാം കൂട്ടി അങ്ങ് വാ. ഇതിൽ തന്നെ കയറല്ലേ? നിങ്ങളുണ്ടാ ആ എല്ലാരും പോട്ടെ. സാറേ 2 സാറുമാരുള്ളോ? ആ സാറേ ഷിറ്റ്സുവിനെയും കൂടെ വിളിച്ച് കയറ്റ്, ആ പട്ടീനെയും കൂടെ വിളിച്ച് കയറ്റ്. അവനെ ഗ്രൂം ചെയ്തെടുക്കണ്ടേ? അവനവിടെ ചെല്ലുമ്പോ ഞാൻ വെട്ടാ കഴുത്തിന്. അവനെ അല്ല, അവനാണ് ബോഡി ഷേമിങ്ങിന് മെയിൻ പ്രശ്നം. അവനെ വിളി. അതെ ആ ഫ്രണ്ടി പോന്ന് അവനല്ലേ ഇത്? അവനുണ്ടാ സാറേ? എല്ലാരും വാ, എല്ലാരും വാ. വാ, എല്ലാരും വാ, 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 കേറണ്ട. വെള്ളേ ഇപ്പൊ ഞാൻ ഒന്നും സാറേ ഇത് പറയത്തില്ല. കേറ് സാറേ. ഇവന്മാരെ ഇപ്പൊ ഒന്നും പറയത്തില്ല. എടാ, ആ പുള്ളിനോട് കേറ്റ്. കണ്ണപ്പി നിന്റെ വാച്ച് ഉണ്ടോ? ഇല്ല ഇല്ലല്ലോ. ഓക്കെ ബോബോയുടെ വാച്ചുണ്ടോ? വാച്ചോ? ആ ഇല്ല ഇല്ല ഇല്ല. ഇല്ല. വാച്ചൊക്കെ വരും. പ്രശ്നം എന്താ വേണമനെ? ഇതെന്താണ് അവിടെ എന്താണ് നമ്മ വാച്ച് കളഞ്ഞു പോയല്ലേ പറഞ്ഞേ? നമ്മളെ കൊല്ലാൻ കൊട്ടേഷൻ ഞാൻ ഒരു കാര്യം പറയട്ടെ, നിങ്ങളെ കൊണ്ടുവന്നത് നമ്മളെ കൊണ്ടുവന്നത് ഒരേ കാര്യത്തിലാണ്. നമ്മളെയും കപ്പ് ചെയ്തിരിക്കുവാ, കണ്ടില്ലേ? കപ്പ് ചെയ്തില്ലേ? അമ്മാരുന്ന് എന്തിനെന്ന് വെച്ചാ നമ്മളെ ചെയ്യട്ടെ. നാളെ തൊട്ടുമ്പോ സമാധാനം ഇല്ലാത്ത ദിവസങ്ങളാ. ഷിറ്റ്സു നല്ല ഇവിടുത്തെ ഒരു പീഡിക്കും. വണ്ടി ഓടിക്കുന്നതിനൊക്കെ ഇതെന്താ വളവ് വളയ്ക്കാൻ പോലും അറിയില്ലേ? നീ എങ്ങനെ പീഡി കയറി? ലൈസൻസ് ഉണ്ടാ? പുതിയ വീഡിയോ ഇതായി വരുന്നു. ഓക്കെ കുഴപ്പമില്ല. മള്ളി ഇങ്ങോട്ട് കാണാവോ? വിഷമം കൊണ്ട് പെട്ടെന്ന് അങ്ങോട്ട് വരാൻ എടാ, എനിക്കറിയാം നിനക്ക് ഒരു തെറ്റ് പറ്റി പോയതാ. നിങ്ങക്ക് രണ്ടുപേർക്കും അത് കുഴപ്പമില്ല സാർ. അവർക്ക് തെറ്റ് പറ്റിയതാ, അവര് സമ്മതിച്ചത്. അത് ഇനിയിപ്പോ നിങ്ങളുടെ സൈഡിൽ നിന്ന് അത് എല്ലാ ലൈഫിൽ ചില മിസ്റ്റേക്കുകളൊക്കെ പറ്റൂടാ കണ്ണാപ്പി ബോബോയ്. അത് സാർ അവർ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് എന്തായാലും അത് അവരുടെ ഭാഗത്തുനിന്ന് വന്നൊരു മിസ്റ്റേക്കാണ്. അപ്പോ കണ്ണാപ്പി ഇവിടുത്തെ ഗവൺമെന്റ് റൂൾസ് പ്രകാരം നിങ്ങൾ ആ തെറ്റ് അക്സെപ്റ്റ് ചെയ്തിട്ടുള്ളത് കൊണ്ട് അതിനായിട്ടുള്ള ഒരു ശിക്ഷയും കാര്യങ്ങളൊക്കെ ചെയ്തതൊക്കെ തെറ്റാണ് കണ്ണാപ്പി. ഇതുവരെ കണ്ണാപ്പി അധികം സംസാരിക്കില്ല, ഞങ്ങൾക്ക് സമയമില്ല. 2 മിനിറ്റ് തിരിച്ചു പോകേണ്ടതാണ്. സങ്കടമുണ്ട് എനിക്ക്. ഇങ്ങനെ ആൾക്കാരുടെ മുമ്പിൽ നാണം കിടത്തല്ലേ പ്ലീസ്, ഒരു ചേട്ടനുള്ള രീതിയിൽ. തെറ്റാണ്. അപ്പൊ സാർ തെറ്റാണ്, ഒരു തെറ്റ് സമ്മതിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്കത് എന്താന്ന് വെച്ചാൽ അതിന്റെ ആക്ഷൻസ് എടുക്കാം. ബാക്കി ഞങ്ങൾക്ക് അതിൽ കൂടുതൽ ഒന്നും ഒരു ചേട്ടൻ എന്നുള്ള രീതിയിൽ എനിക്ക് കണ്ടു നിൽക്കാൻ പറ്റത്തില്ല. ബാബു സാർ ഞങ്ങൾ പോകുന്നു.